തിരുവനന്തപുരം മുതൽ ചെങ്ങന്നൂർ വരെയുള്ള ദേശീയപാതയിലെ ട്രാഫിക് തിരക്ക് ഒഴിവാക്കിക്കൊണ്ട് വിപുലമായ രീതിയിൽ സബർബൻ ട്രെയിൻ നടപ്പിലാക്കാൻ കഴിയുമെന്നാണ് മുംബൈ റെയിൽവേ വികാസ് കോർപ്പറേഷന്റെ സാധ്യതാ പഠന റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. 3330.78 കോടിയാണ് പദ്ധതി ചെലവ്. ഇതിപ്പോൾ വേൾഡ് ബാങ്കിന്റെ സഹായം കിട്ടും. റെയിൽവേയുടെ നമ്മൾ തേടുന്നുണ്ട്. വേൾഡ് ബാങ്ക് മറ്റ് സോഴ്സ് നമുക്ക് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. സംസ്ഥാന ഗവൺമെന്റ് ഏതായാലും പണം മുടക്കാനുള്ള ഒരു സാമ്പത്തിക ഇല്ല. ചെങ്ങന്നൂരിനും തിരുവനന്തപുരത്തിനുമിടയിൽ 4.65 കിലോമീറ്റർ അകലത്തിൽ 27 സ്റ്റേഷനുകൾ സ്ഥാപിക്കണം. ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊച്ചുവേളി, കൊല്ലം, മാവേലിക്കര എന്നിവിടങ്ങളിൽ യാർഡുകൾ നിർമ്മിക്കണം. 20 പ്ലാറ്റ്ഫോമുകളുടെ ഉയരം കൂട്ടണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കൊല്ലം, ചെങ്ങന്നൂർ ഭാഗങ്ങളിൽ നിന്ന് ദിവസവും 43,472 പേരാണ് തലസ്ഥാനത്തേക്ക് ട്രെയിനിലും ബസ്സിലും യാത്ര ചെയ്യുന്നത്. അധിക ട്രെയിൻ ഏർപ്പെടുത്താതെ തന്നെ സബർബൻ ട്രെയിൻ നടപ്പാക്കുന്നതോടെ ചുരുങ്ങിയ ചെലവിൽ തലസ്ഥാനത്തെത്താനാകും. 2 കിലോമീറ്ററിന് 10 രൂപ നിരക്കിലാണ് മിനിമം ചാർജിന് റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തിട്ടുള്ളത്. തലസ്ഥാനത്തെ വിവിധ ഓഫീസുകളിലേക്കുള്ള ജീവനക്കാർ, വിദ്യാർത്ഥികൾ തുടങ്ങിയ നിരവധി യാത്രക്കാർക്ക് സബർബൻ വലിയ ആശ്വാസമാകും. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് മുഖ്യമന്ത്രിക്ക് മുമ്പാകെ കോർപ്പറേഷൻ പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചത്. മീഡിയ 1 തിരുവനന്തപുരം.